സംസാര കാരാഗൃഹത്തിലെ അന്ധകാര പടലങ്ങൾ സത്യാവലോകന ശക്തിയെ പ്രവർത്തനക്ഷമമാക്കി തീർക്കുന്നതിന് മുമ്പ് തന്നെ വാസനാവൈഭവത്താൽ അതിൽ നിന്ന് മോചനം നേടുവാൻ സാധിച്ചൊരു പുണ്യാത്മാവാണ് ശ്രീ തപോവനസ്വാമികൾ. അത്യന്തം ഏകാന്തമായി ഋഷിസംഘങ്ങളാൽ ജുഷ്ടമായ ഹിമഗിരി ശിഖരദേശങ്ങളിൽ തന്നെ സമാധി പര്യന്തം അദ്ദേഹം വിരാജിച്ചു. ശ്രീ തപോവനസ്വാമികളുടെ ഹിമഗിരി വിഹാരമെന്ന യാത്രാനുഭവ സാഹിത്യത്തിലെ കൈലാസ് മാനസരോവർ യാത്രയുടെ വർണ്ണനകളാണ് ഈ വീഡിയോയിൽ. ഗുർലാമാന്ധാതം എന്ന പേരോടുകൂടി അധികം ഉയരമില്ലാത്ത ഒരു പർവ്വതഘട്ടത്തെ അതിക്രമിച്ചാൽ അപ്പുറത്ത് സുപ്രസിദ്ധമായ മാനസ സരസ് ഉപലപിക്കുന്നു. ഘട്ടത്തിൻ്റെ മുകളിൽ കയറിയതോടുകൂടി ദൂരത്തുനിന്ന് അതിമനോഹരമായ മാനസ സരോവരത്തിൻ്റെ ദേവതകൾക്ക് പോലും ദുർലഭമായ പുണ്യദർശനം ഞങ്ങൾക്ക് സംപ്രാപ്തമായി. ഘട്ടോപരി ഒരു പാഷാണത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് സരസിൻ്റെ ദിവ്യ സൗന്ദര്യത്തെ മതിവരാതെ നോക്കി ഉപഭോജിച്ചു. അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ സരസ്തടത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങി. അധിക വിളംബമെന്നിയെ സരസ്തടത്തിലെത്തി. ഓളമടിച്ചുകൊണ്ടിരിക്കുന്ന പവിത്ര സലിലത്തിൻ്റെ സമീപത്തിൽ കൂടെ കുറേ നാഴിക ദൂരം കിഴക്കോട്ട് സഞ്ചരിച്ചതിൽ സരസിൻ്റെ കിഴക്കു തെക്കേ കോണിലുള്ള ലാമമാരുടെ മനോഹരമായ ഒരാശ്രമത്തിൽ സന്ധ്യയ്ക്കു മുമ്പായി സകുശലം ചെന്നു ചേർന്നു. സുമാർ 45 നാഴികയിലധികം ചുറ്റളവിൽ അളന്നുണ്ടാക്കിയതുപോലെ അത്രയും വർത്തുളാകാരത്തിൽ ഹിമധവളമായ ശൈലരാജികളാൽ സമാവൃതമായി സ്ഫടികം പോലെ അത്യന്ത വിമലമായ സലില രാശിയാൽ സമ്പൂര്യമായി ചെറോ ചളിയോ ലേശവുമില്ലാതെ ജലത്തിൻ്റെ ഉള്ളിൽ സ്പഷ്ടമായി രത്നം പോലെ പ്രകാശിച്ചു കാണുന്ന ചെറുപാഷാണ സഞ്ചയങ്ങളാൽ സുസഞ്ചിതമായ തീരസ്ഥലികളാൽ സമലംകൃതമായി 8 ദിശകളിൽ തപോനിഷ്ഠിതന്മാരായ ലാമമാരുടെ ഏകാന്ത സുന്ദരമായ 8 മഠങ്ങളാൽ സുശോഭിതമായി ജഗത് പ്രസിദ്ധമായ ഈ സ്വർഗീയ സരോവരത്തിൻ്റെ സൗന്ദര്യാതിശയത്തെയും മഹാത്മ്യവിശേഷത്തെയും പറ്റി പൗരാണികന്മാരും ആധുനികന്മാരും തങ്ങൾക്കൊത്തവിധം പല പ്രകാരത്തിലും ഏറെക്കുറെ വർണ്ണിച്ചിരിക്കുന്നുവെങ്കിലും അവരുടെ വർണ്ണനമെല്ലാം ഇന്നും അപൂർണമായി തന്നെ വർത്തിക്കുന്നു. ഏതൊന്ന് ഹേമാംഭോജങ്ങളാലും മുക്താമണികളെ ആഹരിച്ചു വിഹരിക്കുന്ന രാജഹംസങ്ങളാലും വിരാജിതമോ, ഏതൊന്നിൽ അപ്സരസ്ത്രീകൾ അനവരതം ജലക്രീഡകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ഏതൊന്നിൻ്റെ തീരത്തിൽ കൽപ്പവൃക്ഷങ്ങൾ നിരനിരയായി തളിർത്തു പൂത്തു കായ്ച്ചു മതമത്തമായി ചാഞ്ചാടുകയും കാമധേനു മാത്രമല്ല ഐരാവതവും ഉച്ചൈസ്രവസ്സും സ്വച്ഛന്തം വിചരിച്ചു വിനോദിക്കുകയും ചെയ്യുന്നുവോ, ഏതൊന്നിൻ്റെ തീരസ്ഥലി യക്ഷകിന്നര ഗന്ധർവന്മാരുടെയും സിദ്ധന്മാരുടെയും ദേവന്മാരുടെയും പ്രിയപ്പെട്ട നിവാസസ്ഥാനമോ, ഏതൊന്നരികെ സാക്ഷാൽ മഹാദേവൻ്റെ പ്രിയസത്നമായ കൈലാസശിഖരം വിജയിക്കുന്നുവോ ആ അലൗകിക സരസിനെ. കൈലാസപർവ്വതേ രാമ മനസാ നിർമ്മിതം പരം ബ്രാഹ്മണ നരശാർദൂല തേനേധം മാനസം സരഹ എന്നിങ്ങനെ ബ്രഹ്മാവിൻ്റെ മനസങ്കല്പത്താൽ രചിതമായതുകൊണ്ട് മാനസമെന്ന ശുഭനാമധേയത്തിൽ ബ്രഹ്മാണ്ഡ വിധിതമായ മാനസസരസിനെ ഭൂലോകത്തിലുള്ള സർവ്വ സരസുകളുടെയും രാജ്ഞിയായി അതുലിത ലാവണ്യത്തോടുകൂടിയ ആ ത്രിവിഷ്ടഭ സരസിനെ ആരെങ്ങനെ വർണ്ണിക്കും? സരസിലിറങ്ങി വലിയ ശ്രദ്ധയോടും കൗതുകത്തോടും കൂടി ഞാൻ സ്നാനം ചെയ്തു. സരസു നിറയെ കൂറ്റൻ മത്സ്യങ്ങൾ കാണപ്പെട്ടതല്ലാതെ കമലം, ശൈവാലം മുതലായ യാതൊരു ജലജപദാർത്ഥങ്ങളും അതിൽ കാണപ്പെട്ടിരുന്നില്ല. വെളുത്തതും കറുത്തതുമായ ശരീരത്തോടുകൂടി ഹംസാകാരത്തിൽ മഞ്ജുളമായ ഒരുതരം ചെറുപക്ഷികൾ 40ഉം 50ഉം കൂട്ടം കൂട്ടമായി സരസിൽ അവിടെവിടെ വിചരിച്ചു വിഹരിക്കുന്നതായി കാണപ്പെട്ടു. സ്നാനാനന്തരം മഠത്തിൽ പൂജിക്കപ്പെടുന്ന ശ്രദ്ധേയമായ ബുദ്ധമൂർത്തിയെയും അവിടെ ഭജനക്രമത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ബൗദ്ധയതികളെയും ഭക്തിപൂർവം ദർശനം ചെയ്തു. തദനന്തരം ലാമമാരുമായി അധികനേരം സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ പവിത്രതമമായ മാനസജലത്തിൽ സ്നാനവും മാനസജലത്തിൻ്റെ മാനസ സൗന്ദര്യത്തിൻ്റെയും പാനവും ചെയ്തുകൊണ്ട് അവിടെ 2 ദിവസം വിശ്രമിച്ചതിൻ്റെ ശേഷം അവിടെ നിന്ന് കൈലാസസാനുവെ ലക്ഷീകരിച്ചുകൊണ്ട് പിന്നെയും മുന്നോട്ട് യാത്ര തുടർന്നു. രജതശിഖരം ഇതാ സമീപത്തിൽ സരസിൻ്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ സുസ്പഷ്ടമായി കാണപ്പെടുന്നു. ഞങ്ങൾ സരസ്തടത്തിൽ കൂടെ പകൽ മുഴുവനും യാത്ര ചെയ്ത് സരസിൻ്റെ പശ്ചിമ തീരത്തുള്ള ഒരു മഠത്തിൽ സന്ധ്യയ്ക്ക് ചെന്നെത്തുകയും രാത്രി ലാമമാരോടുകൂടെ അവിടെ വസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അതേ തീരമാർഗത്തിൽ കൂടി പിന്നെയും മുന്നോട്ട് ചെന്നതിൽ മാനസത്തിൽ നിന്ന് താഴെയുള്ള രാക്ഷസ്ഥാൽ എന്ന സരസിൽ ചെന്ന് വീഴുന്ന ശതദ്രുവിൻ്റെ പരിപാവനമായ മൂലധാര ഉപലപിക്കപ്പെട്ടു. ഘടിപ്രമാണം ജലമുള്ള ആ മംഗളധാരയെ
അതിക്രച്ഛേണ അതിക്രമിച്ചു. അവിടെ സ്വല്പം ദൂരത്തായി ലാമമാരുടെ വേറൊരു മഠം കൂടി കാണപ്പെട്ടിരുന്നുവെങ്കിലും അധികം ഉന്നതമായ ആ സ്ഥാനത്തിൽ കയറി ചെല്ലുവാൻ ക്ഷീണിതന്മാരായ ഞങ്ങൾ ഉദ്യുക്തരായില്ല. വിശാലമായ സമഭൂമിയിൽ കൂടെ മാനസ്തരസ്ഥലത്തെ വിട്ട് കുറേ ദൂരം പടിഞ്ഞാറോട്ട് ചെന്നതിൽ ഇടതുഭാഗത്ത് നീല നിർമ്മലമായി പ്രകാശിക്കുന്ന മഹത്തായ രാക്ഷസ്ഥാൽ തടാകവും വലതുഭാഗത്തായി സമീപത്ത് ധവളോന്നതമായി വിളങ്ങുന്ന കൈലാസ ശിഖരവും പ്രത്യക്ഷീഭവിച്ചു. തദനന്തരം കൈലാസ ശിഖരത്തെ ലക്ഷീകരിച്ചുകൊണ്ട് നേരെ അതിൻ്റെ താഴ്വരയിലേക്ക് ശങ്കയെന്നിയെ ഞങ്ങൾ ചലിച്ചു തുടങ്ങി. കൈലാസഗിരിയുടെ അടിവാരത്തിൽ അനേകം നാഴിക നീളത്തിലും വീതിയിലും ബഹുവിസ്തൃതമായി കിടക്കുന്ന ആ ദിവ്യ മൈതാനം ഇതാ മുന്നിലായി കാണപ്പെടുന്നു. പച്ചപ്പുല്ലുകളാൽ ആച്ഛന്നമായി മനോഹരമായ പല ചെറു സരിത്തുകളാൽ ആസിക്തമായി രാക്ഷസ്ഥാലിൻ്റെയും കൈലാസഗിരിയുടെയും അന്തരാളവർത്തിയായി വിജയിക്കുന്ന ആ ദിവ്യ മൈതാനത്തിൻ്റെ ദർശനം എത്രയോ ഹൃദയാവർജകമെന്നേ പറയേണ്ടതുള്ളൂ. രാത്രിയെ നഗ്നവും അത്യന്ത ശീതളവുമായ ആ മൈതാനത്തിൽ തന്നെ വലിയ കഷ്ടതയോടെ ഞങ്ങൾ അതിവാഹനം ചെയ്തു. നേരം പുലർന്നു. അടുത്ത ജലധാരയിൽ സ്നാനാദി നിത്യകൃത്യങ്ങൾ കഴിച്ചതിൻ്റെ ശേഷം മെല്ലെ മെല്ലെ പിന്നെയും മുന്നോട്ട് പ്രയാണം ആരംഭിച്ചു. ഏതൊന്നിൽ പർവ്വത രാജകുമാരിയോടൊന്നിച്ച് സാക്ഷാൽ പരമശിവൻ സർവദാ വിരാജിക്കുന്നുവോ, ഏതൊന്ന് ഇന്ദ്രാദി ദേവകൾക്ക് പോലും കപിലാദി സിദ്ധന്മാർക്ക് പോലും അഗമ്യമോ, ഏതൊന്നിൻ്റെ അധിരോഹണിയെ ശേഷശയ്യയിൽ യോഗനിദ്ര ചെയ്യുന്ന വിഷ്ണു ഭഗവാൻ പോലും എത്രയോ പ്രാവശ്യം അധിരോഹണം ചെയ്തിരിക്കുന്നുവോ, ആ വെള്ളി മാമല ഇതാ തൻ്റെ ഗൗരവാന്യുതമായ നിലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിസന്നികൃഷ്ടവും സുവ്യക്തവും സുപ്രസന്നവുമായ ദർശനം തന്ന് അനുഗ്രഹിക്കുകയും സ്വാഗതപൂർവം സ്വനികടത്തിലേക്ക് ആവാഹനം ചെയ്യുകയും ചെയ്യുന്നു. 30 നാഴികയോളം വൃത്താകാരത്തിൽ ഗോപുരം പോലെ മേലോട്ട് വലിപ്പം കുറഞ്ഞ് തുഷാരഭൂഷിതമായ മൂർധദേശത്തോടുകൂടി ദീർഘമായൊരു പർവ്വതമാലയുടെ നടുനായകമായി അതികമനീയമായിരിക്കുന്ന ആ കൃഷ്ണശിലോച്ചയം അനുപമമായി അതിനോട് മാത്രം ഉപമിക്കപ്പെട്ടുകൊണ്ട് സർവോത്കർഷേണ വിരാജിക്കുന്നു. കൈലാസ താഴ്വരയെ സമീപിക്കുന്തോറും മനസ്സ് ഭക്തി കൊണ്ടും ആനന്ദം കൊണ്ടും ചാരിതാർത്ഥ്യം കൊണ്ടും അതീവ ഉത്ഫുല്ലിത ദശയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തടുത്തുള്ള വിശാലമായ ചെറു ശിലാനദികളെയെല്ലാം വളരെ ക്ലേശപൂർവം ഇറങ്ങിക്കടന്ന് ഒരുവിധം മധ്യാഹ്നത്തിന് ശേഷം കൈലാസപതിയുടെ പാതാരവിന്ദങ്ങളിൽ, അതായത് ശ്വേതശിഖരത്തിൻ്റെ താഴ്വരയിൽ ദർച്ചൻ എന്നുപേരായൊരു ചെറുഗ്രാമത്തിൽ ചെന്നു ചേർന്നു. കൈലാസസാനുവിൽ കഴിച്ചുകൂട്ടിയ ഞങ്ങളുടെ അന്നത്തെ രാത്രി എന്നേക്കും സ്മരണീയമായ ഒരു പുണ്യരാത്രിയായിരുന്നു. കർക്കശ താപസ്യമയമായ ആ രാത്രിയെപ്പോലുള്ള വേറെ രാത്രികൾ എൻ്റെ ജീവിതത്തിലധികം ഉണ്ടായിട്ടില്ലെന്നു തന്നെ പറയാം. രാത്രി വിശ്രമിക്കുവാനായി സുരക്ഷിതമായ യാതൊരു സ്ഥാനവും ഞങ്ങൾക്ക് സംപ്രാപ്തമാകാതിരുന്നതുകൊണ്ട് തുറന്ന മൈതാനത്തിൽ തന്നെ ഞങ്ങൾ വസ്ത്രം വിരിച്ച് അതിൽ ഉപവിഷ്ടരായി. 18,000-ലേറെ അടി ഉയരത്തിൽ വർത്തിക്കുന്ന കൈലാസ താഴ്വരയുടെ ശൈത്യാധിക്യത്തെപ്പറ്റി എന്തു പറയേണ്ടു. രാത്രി കർക്കടക മാസത്തിലെ തോരാത്ത മഴയും ആരംഭിച്ചു. ക്രമേണ ഹിമമഴയും പെയ്യുവാൻ തുടങ്ങി. എന്നാൽ ഹിമവൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പർജന്യ ദേവത അതിലധികം ഞങ്ങളിൽ ദയാവൃഷ്ടി ചെയ്തിരുന്നതുകൊണ്ട് സുദൃഢമായ ആ ദയാകവചത്താൽ സുഗോപിതരായ ഞങ്ങളെ ആക്രമിക്കുവാൻ ആ തൂഹിനവൃഷ്ടി സമർത്ഥമോ സന്നദ്ധമോ ആയില്ല. അതിസമീപം വരെ പതിച്ചതായ ഹിമം കുറേ താഴത്തുള്ള ഞങ്ങളുടെ ആസനസ്ഥാനത്തിലെത്തുന്നതിന് മുമ്പ് ഈശ്വരകൃപയാൽ മഴ അവസാനിച്ചുവെന്ന് സുവ്യക്തമായി തന്നെ സാഹിത്യ ഭാഷയെ വിട്ട് ലൗകിക ഭാഷയിൽ പറഞ്ഞുകൊള്ളാം. കൈലാസയാത്രയുടെ പ്രധാന അംഗം കൈലാസ പരിക്രമണമാണെന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിലും ജ്വരാതിബാധ നിമിത്തം ശിഥിലിത ശരീരനായി തീർന്ന ഞാൻ ആ സാഹസത്തിനൊരുങ്ങാതെ പിറ്റേന്നു തന്നെ കൈലാസപതിയെ പ്രണിപതിച്ച് കൈലാസ സാനുവിൽ നിന്ന് പ്രതിയാത്ര ആരംഭിച്ചു. കൈലാസത്തെ അമ്മാനമാടിയ രാവണരാക്ഷസൻ സ്വനികടദേശത്തിൽ ചില കാലം ഘോരമായ തപശ്ചര്യയെ ആചരിച്ചിരുന്നതുകൊണ്ട് രാക്ഷസ്ഥാൽ എന്ന് അന്വർത്ഥനാമത്താൽ സുപ്രഥിതമായി വിശാലമഞ്ജുളമായി പരിലസിക്കുന്ന ആ തടാകത്തിൻ്റെ പൂർവ്വ തടത്തെയും തദനന്തരം പൂർവോക്തമായ ഗൗരി ഓഡാർ എന്ന വിസ്തീർണ മൈതാനത്തെയും പിന്നീട് ചെറിയ ഗ്രാമങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും അതിക്രമിച്ച് 4-5 ദിവസം കൊണ്ട് ഒരുവിധം തക്ലാക്കോട്ടിൽ തന്നെ പിന്നെയും മടങ്ങിയെത്തി.